الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. ഇതൊരു പ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുർആന്റെ. ആദ്യം മുഹമ്മദിനെയാണ് പരിചയപ്പെടുത്തി തരുന്നത്, പിന്നീട് റസൂലുള്ളാഹ്, ആ മുഹമ്മദ് അള്ളാന്റെ റസൂലാണ് എന്ന വിശേഷണവും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ നിയോഗിച്ചത് ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ആഖിറത്തിന്റെ ജീവിതം. ആ ജീവിതം യാഥാർത്ഥ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. മുഹമ്മദി റിസാലത്ത് ആർക്കാണ് ഉപകാരം ചെയ്യുക? ആഖിറത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്. ഇവിടെയാണ് മതങ്ങളും ഇസ്ലാമും വേർപിരിയുന്നത്. മതങ്ങൾ വേറെ, ഇസ്ലാം വേറെ. ഇസ്ലാമിനെ മതങ്ങളെ കൂട്ടി മതങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മധ്യകാലഘട്ടത്തിന് ശേഷം ഓറിയന്റലിസ്റ്റുകളാണ് ആദ്യമായിട്ട് ശ്രമിച്ചത്. 16-ാം നൂറ്റാണ്ടിന് ശേഷം ഇസ്ലാമിനെ മതങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. കാരണം ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ അവർക്കത് ആവശ്യമായിരുന്നു. 15-ാം നൂറ്റാണ്ട് വരെ, അതായത് കൃഷി വിപ്ലവം വിജയിക്കുന്നത് വരെ ഇസ്ലാം സെപ്പറേറ്റ് ആണ്. മറ്റു മതങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ ദീനുൽ ഇസ്ലാമിനെ എണ്ണിപ്പറഞ്ഞിട്ടില്ല. ക്രിസ്തുമതത്തിന്റെ കൂട്ടത്തിലോ ജൂതമതത്തിന്റെ കൂട്ടത്തിലോ
ആര്യമതത്തിന്റെ കൂട്ടത്തിലോ ദ്രാവിഡ മതത്തിന്റെ കൂട്ടത്തിലൊന്നും ഇസ്ലാമിനെ എണ്ണിയിട്ടില്ല 15-ാം നൂറ്റാണ്ട് വരെ. 15-ാം നൂറ്റാണ്ട് അതിന്റെ അവസാനം 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കുരിശ് വിപ്ലവം വിജയിക്കുന്നത്. വിജയിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാണോ എത്തിയത് അവിടെ നിൽക്കുന്നത്. അതിനുശേഷം ക്രിസ്ത്യാനി സഭകൾ, ഓറിയന്റലിസം ക്രിസ്ത്യൻ മിഷണറിയാണ്. ആ മിഷണറി വളരെ ഗൗരവത്തോടെ ഒരു ഗൂഢാലോചന നടത്തുകയുണ്ടായി. യുദ്ധം കൊണ്ട് ഇസ്ലാമിനെ കൊല്ലാൻ കഴിയില്ല. മുസ്ലിമീങ്ങളെ കൊല്ലാൻ ചിലപ്പം കഴിഞ്ഞേക്കും, ഇസ്ലാമിനെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് ആയുധം ഉപയോഗിച്ച് ഇസ്ലാമിനെ കൊല്ലുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. ആദർശം കൊണ്ട് ആദർശത്തെ കൊല്ലുക എന്നുള്ളതായിരിക്കണം ഇനി അങ്ങോട്ടുള്ള യുദ്ധം. കത്തോലിക്ക സഭ ബുദ്ധിജീവികളെ വിളിച്ചുകൂട്ടി റോമിൽ 16-ാം നൂറ്റാണ്ടിൽ നടത്തിയൊരു വലിയ തീരുമാനമായിരുന്നു അത്. അതിനെന്താ ആദ്യം ചെയ്തതെന്നറിയുമോ? അവര് ക്രിസ്ത്യൻ മിഷണറിമാരെ ഖുർആൻ പഠിപ്പിച്ചു. പുരോഹിതന്മാര് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠം പഠിച്ച് 50,000-ത്തിലധികം ക്രിസ്ത്യൻ ഹാഫിലുകൾ ഉണ്ടായി 16-ാം നൂറ്റാണ്ടിൽ. നമുക്കിതൊന്നും അറിയില്ല. എന്തിനായിരുന്നു അവർ ഖുർആൻ പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ കൊല്ലാൻ വല്ലതും കിട്ടുമോ നോക്കാൻ. ഏതാണ്ട് 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠം പഠിച്ച ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ട് ഭൂമിയിൽ. ഇന്നും ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹദീസിന്റെ ഇൻഡെക്സ് ഗ്രന്ഥം ഒരു ക്രിസ്ത്യാനി ഉണ്ടാക്കിയതാണ്, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഉണ്ടാക്കിയതാണ്. കുറെ മുസ്ലിയാക്കന്മാർക്ക് ഓതിപ്പടിക്കാനുള്ളതാണ് കിതാബ് എന്നൊന്നും ആരും ധരിക്കേണ്ട. ആണ് അങ്ങനെ ആക്കി തീർത്തു ഷിയാക്കൾ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായ അമലുകളുടെ മസല പഠിക്കുന്നതാക്കി തീർത്തു ദർസുകളും മദ്രസകളും കോളേജുകളൊക്കെ. കാരണം എന്താണ്? 16-ാം നൂറ്റാണ്ടിൽ വളരെ സമർത്ഥമായി ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ ഓറിയന്റലിസ്റ്റുകൾ കൊന്നു. ഇസ്ലാമിനെ മതത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തലോടുകൂടി ഷഹാദ വഫാത്തായി. ഷഹാദ ചർച്ചയില്ല പിന്നെ. കാരണം ഷഹാദ ചർച്ച ചെയ്താൽ സർവമത സൗഖ്യമൊന്നും നടക്കൂല. ഷഹാദ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുഖ്യമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലയിലെ ലായാണ്. ആ ലാ ഉൾക്കൊള്ളാൻ മതക്കാർക്ക് കഴിയില്ല. ലാ എന്ന് പറഞ്ഞാൽ നോ. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വാക്യത്തിന്റെ തുടക്കം. നോ, യെസ് അല്ല. അതിനെ യെസ് ആക്കി മാറ്റിയത് സൂഫികളാണ്. ലാ ഇലാഹയെ മറച്ചു വെച്ച് ഇല്ലല്ല മാത്രം ചർച്ച ചെയ്തു. ഇല്ലല്ല യെസ് ആണ്, ലാ ഇലാഹ നോ ആണ്, ഇല്ലല്ല യെസ് ആണ്. ഷഹാദത്ത് പഠിക്കുമ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുള്ളൂ, ചർച്ച ചെയ്യേണ്ടി വരുള്ളൂ. ഏതാണ്ട് 1200 കൊല്ലത്തോളം കേരളത്തിൽ ഷഹാദ പഠിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. യമനിയൻ സൂഫിയത്തിന്റെ കൈകളിലായിരുന്നു കേരളത്തിന്റെ മുസ്ലിമീങ്ങൾ കൈകൂടിയത്. അവരാണ് ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ ചരിത്രം പഠിച്ചേ പറ്റൂ. പാരമ്പര്യം നോക്കിക്കൊണ്ട് നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു എന്നൊക്കെ ആക്കിയിട്ടൊന്നും മുസ്ലിമിനെ തീരുമാനിക്കാൻ പറ്റുകയില്ല. മുസ്ലിമിനെ തീരുമാനിക്കുന്നത് ഷഹാദത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ പരിഗണിച്ചുകൊണ്ടാണ്. അതാണ് മുസ്ലിമാണോ അല്ലയോ എന്നുള്ള തീരുമാനിക്കാനുള്ള മാനദണ്ഡം. നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും അല്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ വിഷയമായ ഷഹാദത്തിനെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ആ ഷഹാദത്തിലെല്ലാ വിപ്ലവമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ മുഴുവനും വിപ്ലവകാരികളാണ്. മുസ്ലിങ്ങൾ ഒരു കാരണവശാലും ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായില്ല. കാരണം ലാ കൊണ്ട് തുടങ്ങുമ്പോൾ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് നടക്കുകയില്ല. സൂഫികൾക്ക് എല്ലാവരും ആകാം, എല്ലാ മതക്കാരും ആവാം. കാരണം അവർ ഇല്ലല്ല സ്ഥാപിക്കുന്നവരാണ്. ഇല്ലല്ല ക്രിയേഷൻ, അത് ഇല്ലല്ല നിർമ്മാണാത്മകമാണ്. ലാ ഇലാഹ പൂർണ്ണമായും പ്രതിരോധാത്മകമാണ്. ലാ ഇലാഹ എന്താണെന്ന് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആൻ എന്താണ് പറഞ്ഞത്? ഫഅലം, നീ പഠിക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്ർ എല്ലാം പഠിക്കണം എന്നല്ല പറഞ്ഞ വാക്കിന്റെ വായന. ദിക്ർ എല്ലാം ഏത് മുശ്രിക്കിനും കഴിയും, ഏത് കുഞ്ഞിരാമനും വർഗീസിനും കഴിയും ദിക്ർ അല്ലാൻ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുമ്പോഴേക്കും അവരാകെ മാനസികമായി ബുദ്ധിമുട്ടും. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഫഅലം, നീ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുമ്പോൾ അങ്ങനെ ദിക്റെല്ലാം മാത്രം പഠിച്ചാൽ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ എന്താണ്? ഒരു നെഗേഷൻ ഫോമാണത്. എന്താണ് ഇല്ല? ലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലാഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാ മഅനൽ ഇലാഹ്? ഇല്ലല്ലാഹ്, ഇല്ലല്ലയിലെ ഇല്ല അതെന്തിനുള്ളതാണ്? അതെന്തിന്റെ ആർട്ടിക്കലാണ്? അല്ലാഹ് എന്താണ്? കാലം എടുക്കും പഠിക്കാൻ. 11 കൊല്ലം എടുത്ത് സഹബാക്കൾ ഇത് പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നുബുവത്ത് കിട്ടിയിട്ട് 11ാം കൊല്ലമാണ് നിസ്കാരം ഫർളാകുന്നത്. 11 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു റസൂലുള്ളാഹ്. നിസ്കരിക്കണ്ട, നോമ്പ് നോക്കണ്ട, ഹജ്ജില്ല, സക്കാത്തില്ല, ഒന്നുമില്ല. 11 വർഷം. എന്തെങ്കിലും മനസ്സിലാക്കാത്തത്? നിസ്കാരം പഠിപ്പിക്കാൻ ആകെ 5 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിന് പോയി സുബ്ഹിയാവുമ്പൊക്കെ തിരിച്ചു വന്നു. ആ സുബ്ഹി ഫർളായിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. കാരണം നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് സുബ്ഹിക്ക് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു. ളുഹറോടുകൂടി നിസ്കാരം ചാലുവായി. എത്ര സമയം എടുത്ത് നിസ്കാരം പഠിപ്പിക്കാൻ? അതേസരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ 11 കൊല്ലം എടുത്തു. എന്നിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ? നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി ആകെ 5 മണിക്കൂർ. പിന്നെ അതും കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സക്കാത്ത് ഫർളാകുന്നത്, നോമ്പ് ഫർളാകുന്നത്. പിന്നെ അഷ്റഫുകൾക്ക് വഫാത്താകുന്ന ആ വർഷമാണ് ഹജ്ജ് ഫർളാകുന്നത്. പക്ഷെ ഷഹാദ ഫർളാകുന്നത് നുബുവത്തിന്റെ 1-ാം തീയതി മുതലാണ്, റിസാലത്തിന്റെ 1-ാം തീയതി മുതലാണ്. അത് മാത്രം നമുക്കറിയില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് 11 കൊല്ലം അഷ്റഫുൽ ഖൽഖ് സഹാബാക്കളെ മദീനക്ക് മക്കക്കാരിലായി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളൊരു ദിക്ർ ഹൽക്കയിലും സലാത്ത് ഹൽക്കയിലും ഒതുക്കി. അതോടുകൂടി ഇസ്ലാം മരിച്ചു. പിന്നെ ഇസ്ലാമില്ല, പിന്നെ മുസ്ലിമേ ഉള്ളൂ, മതക്കാരേ ഉള്ളൂ. പിന്നെ എന്താണ് മതങ്ങളും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മതങ്ങളെയും ഇസ്ലാമിനെയും വേർതിരിച്ച് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ അല്ലാഹു തആല മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാഹീൻ. ഭൂമിയിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കണം, അതിന്റെ അസ്ബാബുകൾ തർത്തീബാക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ആവശ്യങ്ങളെ പൂർത്തിയാക്കുക. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള മീഡിയ എന്താണ്? അസ്ബാബുകളാണ്. ഭക്ഷണം കഴിക്കണം, വിശപ്പ് തീരണമെങ്കിൽ. വെള്ളം കുടിക്കണം, ദാഹം തീരണമെങ്കിൽ. കല്യാണം കഴിക്കണം, വികാരത്തിന് ശമനം കിട്ടണമെങ്കിൽ. അല്ലേ? കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ജോലി ചെയ്യണം, വല്ലതും സമ്പാദിക്കണമെങ്കിൽ. അപ്പൊ ആവശ്യ പൂർത്തീകരണത്തിന് അല്ലാഹു തആല തർത്തീബാക്കിയത് അസ്ബാബുകളെയാണ്. അസ്ബാബുകളെയാണ്. ഇതാണ് അസ്ബാബ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള മീഡിയ അള്ളാഹുവിന്റെ സംവിധാനമാണ്. അള്ളാഹുവാണ് പറയുന്നത്, ലക്കും ഫിൽ അർളി അല്ലദീ ജഅലകുമുൽ അർള ഫിറാശ, ഭൂമിയെ വിരിപ്പാക്കിയത് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കിയത് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനാണ് മനുഷ്യർ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് മഴയിറക്കുന്നത് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനാണ്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി, കായ്കനികളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളും അത് പൂർത്തിയാക്കേണ്ട മീഡിയകളെ പറ്റിയുമാണ് ആദ്യം സംസാരിച്ചത്. രണ്ടാമതായിട്ട് അല്ലാഹു തആല മനുഷ്യനെ ഏൽപ്പിക്കുന്നത് ആദർശമാണ്. ആവശ്യം ഭൂമിയിൽ പൂർത്തിയാക്കാനുള്ളതാണ്, ആദർശം ആഖിറത്തിൽ പൂർത്തിയാക്കാനുള്ളതാണ്. ആഖിറത്തെ പറ്റി ചിന്തയില്ലാത്ത, ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഒരാള്, അയാൾ നിസ്കരിക്കുന്നവരായിരിക്കാം, നോമ്പോക്കുന്നവരായിരിക്കാം, സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കാം, ഹജ്ജ് ചെയ്യുന്നവനായിരിക്കാം. പക്ഷെ ആഖിറത്തെ സംബന്ധിച്ച് ബോധമില്ലെങ്കിൽ അവനിക്കിതൊന്നും ആവശ്യമില്ല, ആദർശത്തിന്റെ ആവശ്യമേ വരുന്നില്ല. കാരണം ആവശ്യ പൂർത്തീകരണത്തിന് അല്ലാഹു തആല ആദർശം ഷർത്താക്കിയിട്ടില്ല. ശരിക്കും മനസ്സിലാക്കണം. ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന്, വസ്തുക്കളെ സപ്ലൈ ചെയ്യുന്നതിന് അല്ലാഹു തആല ആദർശത്തെ ഷർത്താക്കി വെച്ചിട്ടില്ല. ഇങ്ങനെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിക്കണ്ടേ? ആ വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിന് ഒറ്റ ആദർശവാദിയായിരിക്കണമെന്നുണ്ടോ? വല്ലാഹി ഇല്ല. ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഇസ്ലാം ഷർത്തല്ല, ഷഹാദത്ത് ഷർത്തല്ല, നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഷർത്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആവശ്യങ്ങളെ
ഇൻസാനിയത്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ എന്ന പരിഗണന വെച്ചുകൊണ്ടാണ് അള്ളാഹു ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത്, മുസ്ലിം എന്ന പരിഗണന വെച്ചുകൊണ്ടല്ല. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹിന്ദുവിന്റെ ആവശ്യം അള്ളാഹുവാണ് പൂർത്തിയാക്കി കൊടുക്കുന്നത്, ക്രിസ്ത്യാനിയുടെ ആവശ്യം അള്ളാഹുവാണ് പൂർത്തിയാക്കി കൊടുക്കുന്നത്. ഇതിന് മതവുമായിട്ട് ബന്ധമില്ല. ജൂതന്റെ ആവശ്യം അള്ളാഹുവാണ് പൂർത്തിയാക്കി കൊടുക്കുന്നത്, അതൊന്നും മതവുമായിട്ട് ബന്ധമില്ല. ഷിയാക്കളുടെ ആവശ്യം അള്ളാഹുവാണ് പൂർത്തിയാക്കി കൊടുക്കുന്നത്, അതുകൊണ്ട് മതവുമായിട്ട് ബന്ധമില്ല. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തൊരു രോഗി ഒരു ക്രിസ്ത്യാനിയാണ്. അയാൾ നിരന്തരം യേശുവിനോടാണ് രോഗശമനത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുക്ക് വിഷയമല്ല. അവന്റെ രോഗം മാറ്റുന്ന അള്ളാഹുവാണ്. യേശുവിനതിന് യാതൊരു പങ്കുമില്ല, മതത്തിനതിന് യാതൊരു പങ്കുമില്ല സൂക്കേട് മാറുന്നതിന്. തൊട്ടപ്പുറത്തെ റൂമിലുള്ളതൊരു ഹിന്ദുവാണ്, ഒരു ബ്രാഹ്മണനാണ്. അയാൾ എപ്പോഴും രാമനെ വിളിച്ചിട്ടാണ് അയാൾ ആവശ്യപ്പെടുന്നത്. മറ്റേതിലുള്ളതൊരു ദ്രാവിഡനാണ്, അയാളെ ഭഗവാനെ വിളിച്ചിട്ടാണ് അയാൾ ആവശ്യപ്പെടുന്നത്. സമയം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി കൊടുക്കും. ഈ രോഗമൊന്നും മാറ്റാൻ പറ്റുമോ? ഒരു ശീഈ മതക്കാരൻ ഔലിയാക്കളെ വിളിച്ചിട്ടോ അമ്പിയാക്കളെ വിളിച്ചിട്ടോ ആണ് രോഗശമനത്തിന് വേണ്ടി ചോദിക്കുന്നത്. അള്ളാഹുവാണത് സ്വന്തമാക്കി കൊടുക്കുന്നത്. അതിലെ ഔലിയാക്കൾക്കോ അല്ലെങ്കിൽ അമ്പിയാക്കൾക്കോ വല്ല ബന്ധമുണ്ടോ? ഇല്ല. ഒരു നിരീശ്വരവാദി പൈസ ഉണ്ടെങ്കിൽ ആർക്കാ ചികിത്സിക്കാൻ പറ്റാത്തതെന്ന് വിശ്വസിക്കുന്നവനാണ്. അവന്റെ രോഗത്തെയും മാറ്റിക്കൊടുക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹു ഒരിക്കലും ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുന്നത് മതത്തെ പരിഗണിച്ചുകൊണ്ടല്ല. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അതിനൊന്നും ഇസ്ലാമിന്റെ ആവശ്യമില്ല, മതങ്ങളുടെ ആവശ്യവുമില്ല. ബനൂ ഇസ്രായേലിന്റെ അധികാരം ഫിറോന്റെ കയ്യിൽ കൊടുത്തത് അള്ളാഹുവാണ്. അതിനാവശ്യമായ മെറ്റീരിയൽസ് ഒരുക്കി കൊടുത്തതും അള്ളാഹുവാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ അതിന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്താ മൂസാ നബി ദുആ ചെയ്തത് അള്ളാഹിനോട്? ഫിറോന്റെ മുമ്പിൽ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ മൂസാ നബി എന്താ ദുആ ചെയ്തത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക ആതൈത ഫിർഔന വ മലഅഹു, ഫിർഔനും ഫിർഔന്റെ മൗലാനമാർക്കും നീ നൽകി അംബാലൻ, സമ്പത്തിനെ, വസീനത്തൻ ഫിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ജീവിതത്തിന്റെ ആർഭാടങ്ങളെയും സമ്പത്തും അധികാരവും പണവും ആൾക്കൂട്ടവും പട്ടാളവും പോലീസും ഇതൊക്കെ നീ നൽകി. റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്. അത് വെച്ചിട്ടാണ് അവൻ ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്, അവന്റെ അധികാരവും പണവും ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടേ അല്ലാഹ് അവന്റെ സമ്പത്തിന് നീ ഒന്ന് കടിഞ്ഞാണിടണം. വത്തുമിസ് അലാ ഖുലൂബിഹിം, അവന്റെ ഹൃദയത്തിന് നീ ഒന്ന് പൂട്ടിടണം. അവന്റെ സമ്പത്തിന് നീ ഒരു കടിഞ്ഞാണിടണം. എന്നാലേ അവൻ പഠിക്കുകയുള്ളൂ. ലിയദൂഖുൽ അദാബ്, ശിക്ഷ അവൻ അനുഭവിച്ചാലേ അവൻ പഠിക്കുകയുള്ളൂ. അപ്പൊ എന്താ അല്ലാഹു തആല പറഞ്ഞത്? ജാഹിലീങ്ങൾ പറയും പോലെ പറയല്ലേ മൂസായ, അല്ലാഹു തആല പറഞ്ഞു. ഈ സമ്പത്തും ഈ അധികാരവുമാണ് അവൻ കാര്യങ്ങൾ നടത്തുന്നതാണോ നീ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? ഞാനാണ് മൂസ അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു മാത്രം എന്ന് അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരാരുണ്ട് എന്ന് പരീക്ഷിക്കാൻ. ഫിർഔന് അധികാരം കൊടുത്തത് ഇസ്ലാമിനെ പരിശോധിക്കാനാണ്. അബൂജഹലിന് അധികാരം കൊടുത്തത് സഹാബാക്കളുടെ ഇസ്ലാമിനെ പരീക്ഷിക്കാനാണ്. നമ്രൂദിന് അധികാരം കൊടുത്തത് ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാനാണ്. അധികാരം എന്നത് അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്. അതിന് ആദർശം ഷർത്തില്ല. ഇന്ത്യ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നു, അല്ലാഹുവാണ് ആ ഭരണം ഏൽപ്പിച്ചത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ. എന്താ അർത്ഥം? ഇതിലെല്ലാം ഇങ്ങനെ മറച്ചു വെക്കും നമ്മൾ. അല്ലാഹുവേ മാലിക്കൽ മുൽക്ക്, അധികാരത്തിന്റെ അധികാരിയായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക, ഭരണം നീയാണ് നൽകുന്നത്, ലിമൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ. തൻസിഉൽ മുൽക, അധികാരത്തെ നീക്കിക്കളയുന്നത് നീ തന്നെയാണ്, മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ നിന്ന്. ഇത് ഖുർആനിന്റെ കൂട്ടർ. അതെന്തിനാ ഒളിപ്പിച്ചു വെക്കുന്ന രാഷ്ട്രീയക്കാര്? രാഷ്ട്രീയക്കാരായ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചെങ്കിൽ വിളിച്ചതുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നതെന്ന് വിശ്വസിപ്പിക്കാൻ ജനങ്ങളെ കൊണ്ട്. പക്ക ശിർക്ക്. അള്ളാഹു പറയുന്നത് ഞാനാണ് അധികാരം കൊടുക്കുന്നത്. നരേന്ദ്രമോദിയെ മാറ്റേണ്ടത് അള്ളാഹുവാണ്. വല്ലാഹി അള്ളാഹുവാണ്. ഇന്ത്യ രാജ്യത്തെ 30 കോടി മുസ്ലിമീങ്ങൾ ആണയിട്ട് കളിച്ചാലും ശരി നരേന്ദ്രമോദിയെ മാറ്റാൻ കഴിയില്ല. അള്ളാഹു വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് മാറ്റാനുള്ള സംവിധാനം അള്ളാഹു തആലക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്താ സംശയം? സംശയമുള്ളവൻ അപ്പം കാഫിറാണ്.
അങ്ങനെയല്ല മൗലവി സാഹിബ് ഇങ്ങനെയൊന്നും ഇഷ്ടം പറഞ്ഞാൽ പോവുക കാഫിർ, ആ സമയത്തവൻ കാഫിറാവും. കലിമ ചൊല്ലി തിരിച്ചു വരണം. ഖുർആന്റെ നസ്സിനെതിരല്ലേ അത്, ചരിത്രത്തിനും എതിരല്ലേ അത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കളിയായ കളി മുഴുവനും കളിച്ചു. നമ്രൂദിനെയും ആഗറിനെയും അധികാരത്തിന്റെ ആൾക്കാരാക്കി വാഴിച്ചത് അല്ലാഹുവാണ്. ഗതികെട്ടപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദി, ഞാൻ നാട് വിടുകയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. ഖുർആനാണിത്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്. ഇന്നഹു സയഹ്ദി, അവനെനിക്കൊരു വഴി കാണിച്ചു തരും. ഇവനെ കൊണ്ടൊന്നും ഒരു കാര്യം നടക്കൂല. അത് പറഞ്ഞില്ലേ ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് ഹിജ്റ പോയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നിഷേധിക്കാൻ നിൽക്കുമോ? ഉടനെ ഒരു പഞ്ചായത്തായാലും ഒരു വില്ലേജ് ആയാലും അത് ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടവൻ അല്ലാഹുവാണ്. അല്ലെങ്കിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ് എന്ന ആയത്തിന്റെ അർത്ഥം എന്താണ്? യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ സമഗ്രമായി കൺട്രോൾ ചെയ്യുന്നത് അല്ലാഹുവാണ്. ആസൂത്രൻ, തദ്ബീർ എന്ന് പറഞ്ഞാൽ ആസൂത്രണം. യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുന്നു അല്ലാഹു. മിനൽ സമ, ആകാശം മുതൽ ഇലൽ അർദ്, ഭൂമി വരെ. അടുക്കളയുടെ ഭരണം പോലും അല്ലാഹുവിന്റെ കൺട്രോളിലാണ്. അല്ലാന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ. വെറുതെ എന്തെങ്കിലും നൊടിഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു അല്ല മറ്റെന്തെങ്കിലും ആണെന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ. ഖുർആനും സുന്നത്തിനും എതിരായിട്ട് നിങ്ങൾ അധികാരത്തെ ഓരോക്കാൻ നിൽക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അധികാരത്തെ നൽകുന്നവൻ അല്ലാഹുവാണ്. അമേരിക്ക ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടവൻ അല്ലാഹുവാണ് കൂട്ടര്. ഇറാൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. ഇസ്രായേൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. സൗദി അറേബ്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. ഖുർആന്റെ നസ്സാണ്. എന്തുകൊണ്ടാണത്? ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നതിന് അസ്ബാബുകളെ സംഘടിപ്പിക്കാനുള്ള മീഡിയയാണ് ഭരണം. എന്താണ് ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ പറയുമ്പോൾ പറയും, നീട്ടിപ്പറ്റി പറയും, പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിന്റെ സ്വഭാവം? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? വെറുതെ ആണോ ഇസ്ലാമിന്റെ ഹൈലുകാര് സലഫുകളായ സുന്നത്തിന്റെ ഉലമാക്കൾ ഇന്ത്യൻ ഭരണഘടനയെയും ഭരണകൂടത്തെയും അംഗീകരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി ഉമ്മത്തിനെ ഏൽപ്പിച്ചത് വെറുതെ ആണെന്നാണോ വിചാരിച്ചത്? ആ നോക്കിയിട്ടാണോ? ഭരിക്കുന്നവരെ നോക്കിയിട്ടോ പാർട്ടിയെ നോക്കിയിട്ടോ ആണോ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അസ്ബാബുകളെ സംഘടിപ്പിക്കുന്നതിന് മെമ്പർമാരെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. എം പിയുടെ ജോലി അതാണ്, MLA ജോലി അതാണ്. 540 എംപിമാരെ, 500ഓളം എംപിമാരെ തെരഞ്ഞെടുത്ത് ആ എംപിമാര് ഡൽഹിയിലെത്തിയാൽ അവരുടെ ജോലി എന്താ? ഭൂരിപക്ഷം വരുന്നവര് അധികാരികളാകും, അല്ലാത്തവര് പ്രതിപക്ഷമാകും. ഈ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ജോലി എന്താ? ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന 110 കോടിയോളം വരുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യുക എന്നതാണ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. അതോ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തെ രാഹുൽ ഗാന്ധിക്കോ ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്കോ പിണറായി വിജയനോ സതീശനോ ഈ നാട്ടിലെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കേണ്ട വല്ല ഉത്തരവാദിത്വമുണ്ടോ? ഭരണഘടന അനുസരിച്ച് നരകത്തുനിന്ന് രക്ഷപ്പെടുത്തേണ്ട വല്ല ഉത്തരവാദിത്വം ഭരണഘടന അനുസരിച്ചുണ്ടോ? ഇല്ല കൂട്ടരെ. ആദർശമായിട്ട് ഈ ഭരണത്തിന് ബന്ധമില്ല, ആവശ്യമായിട്ടാണ് ഈ ഭരണത്തിന് ബന്ധം. ഇതൊക്കെ വേർതിരിച്ച് പഠിച്ചേ പറ്റൂ. ഒരു സംഘടന ഉണ്ടാക്കി അതിന് സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഭരണഘടന ഉണ്ടാക്കി റോഡിലിറങ്ങിയാലൊന്നും രാഷ്ട്രീയമാവില്ല. മുസ്ലിം രാഷ്ട്രീയത്തിന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടനുസരിച്ച് ഒരു രാഷ്ട്രീയത്തിന് പ്രവർത്തിക്കാനും കഴിയില്ല. അള്ളാഹുവിനെ അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടി മെനക്കെടുക. 30 കോടി മുസ്ലിങ്ങൾ, അതിൽ നിന്നൊരു 10% അള്ളാന്റെ ദർബാറിനെ അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അല്ലാഹു തആല ആരാണ് ഭരിക്കേണ്ടത് നമുക്ക് വേണ്ടി തീരുമാനിക്കും. അതിന് യോഗ്യതയുള്ള എത്ര മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞതാ. ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള എത്ര മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മതങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടായി എന്ന കാര്യം. ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയതയെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പുരോഹിതന്മാരുണ്ടാക്കിയതാണ് മതങ്ങൾ. ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അസ്ബാബുകളെ സംഘടിപ്പിക്കാനുള്ള വഴിയായിട്ട് പുരോഹിതന്മാരുണ്ടാക്കിയൊരു അപകടകരമായ ചതിയാണ് മതങ്ങൾ. ദീനുൽ ഇസ്ലാം ആവട്ടെ ആവശ്യ പൂർത്തീകരണത്തിന് മതങ്ങളെ പരിഗണിക്കുന്നുമില്ല. ദീനുൽ ഇസ്ലാം ആവശ്യ പൂർത്തീകരണത്തിന് മതം പരിഗണിക്കുന്നില്ല. രാവിലെ താക്കോല് കൊടുത്തിട്ടൊരു മുസ്ലിം ഇരുട്ടിയങ്ങാടിയിലെ കട തുറക്കുന്നു, ബിസ്മില്ലാ
വൈകുന്നേരമാകുമ്പോൾ 1000-ഓ 5000-ഓ ലാഭമായിട്ട് അവന്റെ ഖജനാവിൽ എത്തിക്കുന്നത് അള്ളാഹു ഒരുവൻ മാത്രമാണ്. ഒരു ക്രിസ്ത്യൻ കച്ചവടക്കാരൻ, ഇരിട്ടിയങ്ങാടിയിൽ ഒരു ക്രിസ്ത്യാനി കച്ചവടക്കാരൻ, അയാളെ കട തുറക്കുന്ന രാവിലെ യേശുവിനെ വിളിച്ചുകൊണ്ടാണ്, നെഞ്ചത്ത് കുരിശും വരച്ചിട്ട്. അയാൾക്കും വൈകുന്നേരമാകുമ്പോൾ 1000-ഓ 5000-ഓ നൽകുന്നത് അള്ളാഹുവാണ്. യേശുവിന് യാതൊരു ബന്ധവും അതിലില്ല. ഒരു ദ്രാവിഡ കച്ചവടക്കാരൻ, അയാൾ ഭഗവാനെയോ ഭഗവതിയെ വിളിച്ചിട്ടാണ് കട തുറക്കുക, അയാൾക്കും 1000-ഓ 5000-ഓ നൽകുന്ന അള്ളാഹുവാണ്. അല്ലാത്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പറ, അതിൽ അള്ളാഹ് ഇടപാടൊന്നുമില്ല, അതെല്ലാം അയാളുടെ സ്വന്തം കാര്യമാണ്, അള്ളാഹ് അതൊന്നും അറിയുന്നില്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം പറ. അപ്പം കാപ്പറാവും, ഇസ്ലാമിൽ നിന്ന് അപ്പം പുറത്തു പോകും, നരകത്തിൽ കാലാകാലം കിടക്കുന്നവനാവും. ഒരു ജൂതമതക്കാരൻ, അയാൾ രാവിലെ കട അടക്കുന്നത് ഉസൈറിനെയോ അതുപോലെയുള്ള ഔലിയാക്കളെയോ ഇടയിൽ നിർത്തിക്കൊണ്ടാണ്. അയാൾക്കും വൈകുന്നേരം 5000-ഓ 4000-ഓ നൽകുന്ന അള്ളാഹുവാണ്. ഒരു ശീഈ മതക്കാരൻ, അയാൾ രാവിലെ കട തുറക്കുന്നത് തൊട്ടടുത്തുള്ള ജാറത്തിൽ കൈമടക്കും കൊടുത്ത് അൽഫാത്തിയും വിളിച്ചിട്ട് പോയിട്ടാണ് അയാൾ കട തുറക്കുന്നത്. അയാൾക്കും നൽകുന്നത് 1000-ഓ 5000-ഓ അള്ളാഹുവാണ്. ഒരു നിരീശ്വരവാദി, ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്നവരാണ് നിരീശ്വരവാദി. കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാൻ എന്തിനാണ് ദൈവം, എന്തിനാണ് മതം എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് നിരീശ്വരവാദി. ആ അടിസ്ഥാനത്തിലാണ് അവൻ കട തുറക്കുന്നത് കിട്ടിയങ്ങാടിയിൽ. അവനും വൈകുന്നേരമാകുമ്പോൾ 1000-ഓ 1500-ഓ നൽകുന്നത് അള്ളാഹുവാണ്. വല്ലാഹി അള്ളാഹുവാണ്. യാതൊരു സംശയം അക്കാര്യത്തില്ല. എന്തെങ്കിലും സംശയം മനസ്സിൽ വന്നാൽ അവൻ ആ സമയത്ത് കാഫിറാവും. എന്താ മനസ്സിലാക്കി ഇസ്ലാമിനെ സംബന്ധിച്ച്? എന്നിട്ടും മതങ്ങളെ ഉപയോഗിച്ച് ആത്മീയ ബിസിനസ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അസ്ബാബുകളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ക്ഷേത്രത്തിൽ പോകുന്നത് ഭൂമിയിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ചർച്ചിൽ പോകുന്നത് ഭൂമിയിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ജാറത്തിൽ പോകുന്നത് ഭൂമിയിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരാൾ സിനഗോഗിൽ പോകുന്നത് ഭൂമിയിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ല, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആരും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും പോകാറില്ല എന്നല്ല എല്ലാവർക്കും അറിയാം. അപ്പൊ ആരാണിത് പഠിപ്പിച്ചത്? കഴിഞ്ഞുപോയ പുരോഹിതന്മാർ, മൗലാനമാര്, ശൈഖുനമാർ. ഓരോ മതത്തിലും മൗലാനമാരും ശൈഖുനമാരും ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ഉണ്ടായത് നൂഹ് നബിന്റെ റിസാലത്തിന് പകരമായി വന്ന നൂഹ് നബിന്റെ ഖൗമിലെ മലഉകളാണ് ദ്രാവിഡ മതം ഉണ്ടാക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം കപ്പലിൽ കയറുകയും ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട മഹാന്മാരെ അവര് മരിച്ചപ്പോൾ അവരുടെ കബറുകളെ വെച്ചുകൊണ്ട് നൂഹ് നബിന്റെ ജനത ദേവീദേവന്മാരെ ഉണ്ടാക്കി. അടിസ്ഥാനം നൂഹ് നബിന്റെ ഉമ്മത്തല്ലേ? നിഷേധിക്കാൻ നോക്കുമോ? അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം പഠിക്കാത്തത്. ചരിത്രം പഠിച്ചാൽ പലതും തിരുത്തേണ്ടി വരും. അങ്ങനെയാണ് ദ്രാവിഡ മതം ഉണ്ടാകുന്നത്. അവശ്യപൂർത്തീകരണത്തിന് മരിച്ചുപോയ മഹാന്മാരുടെ ഇടപെടലിലൂടെ ആത്മീയ ചൂഷണം നടത്തുകയായിരുന്നു പുരോഹിതന്മാർ. അങ്ങനെയാണ് ആ മതം ഉണ്ടായത്. എന്താണ് ആകാശമായിട്ട് ഈ മതത്തിന് ബന്ധം? ദ്രാവിഡ മതത്തിന് ആകാശമായിട്ട് എന്താണ് ബന്ധം? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം പേർഷ്യയിൽ നിന്ന് വന്ന മുസ്ലിം സമൂഹത്തിൽ മരിച്ചുപോയ മഹാന്മാരെ വെച്ചുകൊണ്ടാണ് ആര്യമതം ഉണ്ടാകുന്നത്. ഇറാനുമായിട്ടല്ലേ ആര്യമതത്തിന് ബന്ധം? പേർഷ്യയുമായിട്ടല്ലേ ആര്യമതത്തിന് ബന്ധം? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹമല്ലേ ആര്യന്മാര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരുടെ പേരിൽ ഭഗവന്മാരെ ഉണ്ടാക്കിയിട്ട് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അസ്ബാബുകളെ സംഘടിപ്പിക്കാൻ അതാണ് വേണ്ടത് എന്ന് പുരോഹിതന്മാര് പഠിപ്പിച്ചിട്ടല്ലേ ആര്യമതം ഉണ്ടായത്. ആകാശത്ത് എന്താണ് ആര്യമതത്തിന് ബന്ധം? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം മൂസ നബിന്റെ ഉമ്മത്തിലെ ഇസ്രായേലി സമൂഹത്തിലെ ഉലമാക്കളെയും ഔലിയാക്കളെയും വെച്ചുകൊണ്ട് കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവരാവശ്യമാണെന്ന് പറഞ്ഞിട്ട് മതമുണ്ടാക്കിയല്ലേ ജൂതമതം അല്ലേ? ആർക്കാണ് സംശയം അക്കാര്യത്തിൽ? ജൂതക്കാർ വിളിക്കുന്നത് മുഴുവൻ ഇസ്ലാമായി ഭരിച്ച് ഇസ്ലാമായി ജീവിച്ച് ഇസ്ലാമായിട്ട് മരിച്ച മഹാന്മാരുടെ ശവകുടീരങ്ങളെയല്ലേ അവർ ഇന്നും പ്രാർത്ഥിക്കുന്നത്? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് ആകാശത്തിലേക്ക് പോയതിന് ശേഷം ഏതാണ്ട് 100-200 കൊല്ലത്തിന് ശേഷം ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെച്ചുകൊണ്ടൊരു പുതിയ മതമുണ്ടാക്കിയല്ലേ മിസ്റ്റർ സെന്റ് പോൾ ചെയ്തത്? അങ്ങനെ ക്രിസ്തു മതം ഉണ്ടാകുന്നത്. അതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസ റസൂലുള്ളാഹ് പ്യൂർ ഇസ്ലാമല്ലേ നിലവിലുണ്ടായിരുന്നത്. ക്രിസ്താബ്ദം 2-ാം നൂറ്റാണ്ടിന്റെ 3-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ക്രിസ്തുമതം ഉണ്ടാകുന്നത്. അതും സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ആത്മീയതയുണ്ടാക്കി
അതിനെ ചൂഷണം ചെയ്ത് ആവശ്യപൂർത്തീകരണത്തിന് ഇത് ആവശ്യമാണെന്ന് പറഞ്ഞു പാവപ്പെട്ട സാധാരണക്കാരന്റെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്യുകയെന്നല്ലേ ക്രിസ്തീയ പുരോഹിതൻ ചെയ്തത്? അതല്ലേ ക്രിസ്തുമതം? ആകാശമായിട്ട് എന്താണ് ക്രിസ്തുമതത്തിന് ബന്ധം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അഷ്റഫുൽ ഖൽഖ് വഫാത്തായതിനു ശേഷം 30 കൊല്ലം നേരെ ചൊവ്വേ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം രാജാക്കന്മാരുടെ ഭരണകൂടം 100 കൊല്ലം. ആ 100 കൊല്ലത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. ആ 100 കൊല്ലത്തിനുള്ളിൽ തന്നെ ശീഈ മതമുണ്ടായില്ലേ? ഭൗതികമായ കാര്യങ്ങൾ നേടുന്നതിന് അലി റളിയല്ലാഹു അഷ്റഫുൽ ഖൽഖിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും 12 ഇമാമിങ്ങളെയും ഹസനെയും ഹുസൈനെയും അബ്ബാസിനെയും ഫാത്തിമാനെയും വിളിച്ച് കാര്യങ്ങൾ നേടണം, അല്ലെങ്കിൽ നമുക്ക് അല്ലാഹു തആല തരൂല എന്ന് പറഞ്ഞിട്ടല്ലേ ജാറങ്ങൾ ഉണ്ടായത്? ജാറമതത്തിന് എന്താണ് ആകാശവുമായിട്ട് ബന്ധം? ദർഗാമതത്തിന് മഖാമ മതത്തിന് എന്താണ് ആകാശവുമായിട്ട് ബന്ധം? ചരിത്രത്തിലൂടെ പ്രമാണങ്ങളിലൂടെ കാര്യങ്ങൾ പറ. മതങ്ങൾക്ക് ആകാശവുമായിട്ട് ബന്ധമില്ല, അത് പുരോഹിത നിർമ്മിതിയാണ്. പിന്നെ ഇങ്ങനെ ഇസ്ലാം മതങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക? ഇവിടെ കുറെ സർവമതവാദികളുണ്ട്. എല്ലാ മതവും കുഴപ്പമില്ല, എല്ലാ മതവും നല്ലതാണ്, എല്ലാ മതവും ആര് പറഞ്ഞ നല്ലതാണെന്ന്? ഒറ്റ മതം, ഒറ്റ ദീൻ മാത്രമേ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ബാക്കിയുള്ളത് മുഴുവനും മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിത മതങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആഘോഷങ്ങൾ ഇസ്ലാമിനെതിരാണ്. അത് അതിന്റെ പണ്ഡിതന്മാരാണ് പറയേണ്ടത്. ഓണം എന്താണെന്ന് ഹിന്ദു പണ്ഡിതന്മാരാണ് പറയേണ്ടത്, പറഞ്ഞിട്ടുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽ ഭഗവാന്റെ ഇടപെടലാണ് ഉണ്ടാകുന്നത് എന്ന് വളരെ കൃത്യമായി സ്വാമിമാര് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കെന്താ കാര്യം? നമ്മളെന്തിനത് കയറി കൊളാക്കാൻ നിൽക്കുന്നത്? ഹിന്ദുമതക്കാരൻ ഓണം നടത്തട്ടെ, മുസ്ലിങ്ങൾക്ക് എന്താണ് ഈ കാര്യം? അത് ഹിന്ദുമത ദൈവ ആരാധനയാണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? അതൊക്കെ കേരളത്തിന്റെ ഉത്സവമാണ്. അതങ്ങനെ തന്നെ ഇടതും വലുതും ഒക്കെ. ബ്ലാന്ന് പറഞ്ഞാൽ ബ്ലാത്തൂർന്നും പറയാം, അതേപോലെ തന്നെ പിന്നെ അതുപോലെയുള്ളതും പറയാം. അത് അർത്ഥം വെക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, ബ്ലാന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ല. ക്രിസ്മസിൽ എന്താണ് ഇസ്ലാമായിട്ട് ബന്ധം? അത് ക്രിസ്ത്യാനികളുടെ ആരാധനയാണ്. ആ ആരാധന അവരുടെ പണ്ഡിതന്മാരാണ് തീരുമാനിക്കേണ്ടത്. യേശു ഉയർന്നെഴുന്നേൽക്കുക, അല്ലെ യേശു പിന്നെ കാര്യങ്ങളുമായിട്ട് വരികയോ ആ തിരുജന്മം അത് നമുക്കെന്താ കാര്യം? നമ്മളെന്തിനാ കേക്ക് കുറിച്ചിട്ട് പങ്കാളികളാകുന്നത്? അപ്പം ഇസ്ലാം ബാത്തിലായില്ലേ? മറ്റു മതത്തെ അംഗീകരിക്കലോടുകൂടി ഇസ്ലാം ബാത്തിലായില്ലേ? പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ടത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഷീഈ തരീഖത്തുകാരും സലഫി തരീഖത്തുകാരും ഇവിടുത്തെ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓണത്തെയും വിഷുവിനെയും അതേപോലെ തന്നെ ക്രിസ്തുമസിനെയും ആഘോഷിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരിയൊക്കെ സലഫിയത്തുള്ളവരും കുടുങ്ങിയ ആ കൂട്ടത്തിൽ. അതെങ്ങനെ പറഞ്ഞു കൊടുക്കുക? എന്തിനാണ് അങ്ങനെ ഒരു സോപ്പിങ്? ഇവിടുത്തെ ഭൂരിപക്ഷത്തെ സോപ്പിടാൻ വേണ്ടിട്ട് എന്തിനാണ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്? ഫൈസലി തരീഖത്തുകാര്, സുബൈലി തരീഖത്തുകാര്, അതുപോലെയുള്ള തരീഖത്ത് ഇവിടെ കൃത്യമായി കേന്ദ്രമിന്റെ പണ്ഡിതനായ ഹനീഫ മൗലവിയും അതേപോലെ തന്നെ അനസ് മൗലവിയും ഇത് കൃത്യമായി വിവരിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ മതത്തിന്റെ ആചാരങ്ങളും മതനിയമങ്ങളുമാണ്. അതിൽ ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുമില്ല. അതേപോലെ തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതനായ അബ്ദുർ റഊഫ് നദിവി എന്ന് പറയുന്ന പണ്ഡിതനും വളരെ കൃത്യമായി കേരളക്കാർക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ വിഷയങ്ങൾ. എന്തിനാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്? അതെ, തരീഖത്തുകളിലേക്ക് പോകുമ്പോൾ ഒരു ശൈഖും കുറെ മുരീദുകളും വരുമ്പോൾ അത് സലഫികളായാലും ഷിയക്കളായാലും അപകടത്തിലേക്കാണ് ചെന്ന് ചാടുക. വളരെ കരുതിയിരുന്നിട്ടില്ലെങ്കിൽ അപകടമാണ്. ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്തൊരു ദീനിനെ ഒരുത്തൻ ഫോളോ ചെയ്താൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, ആഖിറത്തിൽ സകലതും നഷ്ടപ്പെട്ടവനായിരിക്കും അവൻ എന്നുള്ള ഉത്തരവാണ്. മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തെ തർത്തീബാക്കിയിരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതം തർത്തീബാക്കാനാണ്, ഭൂമിയിലെ ജീവിതം തർത്തീബാക്കാനല്ല. അവിടെ സുവിശേഷിച്ചിട്ട് പോയി കട തുറന്നാൽ ലാഭം കിട്ടുമെന്ന് ആരും വിശ്വസിക്കണ്ട. അത് ക്രിസ്ത്യാനി പോയി കട തുറന്നാലും ലാഭം കിട്ടും, അത് കൊടുക്കേണ്ടവൻ അല്ലാഹുവാണ്. അവിടെ സുവിയസ്കാരുമായിട്ട് ലാഭത്തിന് ബന്ധമില്ല, വേറുസ്കാരവുമായിട്ട് കച്ചവടത്തിന് ബന്ധമില്ല, കൃഷിക്കും ബന്ധമില്ല. വിശുദ്ധി ചൊല്ലിയിട്ട് തെങ്ങ് നട്ടവന്റെ തെങ്ങിൽ തേങ്ങ കഴിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. യേശുവിനെ വിളിച്ച് തെങ്ങ് നട്ടവന്റെ തെങ്ങിൽ തേങ്ങ കഴിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഉസൈറിനെ വിളിച്ച് തെങ്ങ് നട്ടവൻ
അതിലും തേങ്ങ കഴിപ്പിക്കുന്ന ജൂതന്റെ തെങ്ങിൽ തേങ്ങ കഴിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ദേവിയെയോ ദേവനെയോ ഭഗവാനെയോ ഭഗവതിയോ വിളിച്ച് തെങ്ങേട്ട ഒരു ഹിന്ദു കർഷകന്റെ തെങ്ങിൽ തേങ്ങ കഴിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അവൻ ആരെ വിളിച്ചിട്ടാ തെങ്ങേട്ടെന്ന് അള്ളാഹ് പരിഗണിക്കുന്നില്ല. ഒരിശക്കെങ്ങക്കോ അല്ലെങ്കിൽ വിഭാഷക്കെങ്ങക്കോ അല്ലെങ്കിൽ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ജാറത്തിലെ തങ്ങൾക്ക് ആദ്യത്തെ കൊല കൊടുക്കാമെന്ന് ഏറ്റുകൊണ്ട് തെങ്ങ് നടന്ന OBC മുസ്ലിം അഥവാ ഷീഇ മുസ്ലിം, അവന്റെ തെങ്കിലും തേങ്ങ കഴിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. എന്താണ് ഖുർആൻ സൂറത്തുൽ വാഖിയ? അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങളെ കൃഷിയെപ്പറ്റി നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങളെ കൃഷിയെപ്പറ്റി നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അഅൻതും തസ്റഊനഹു, നിങ്ങളാണോ ആ കൃഷിയിൽ വിളവുണ്ടാക്കുന്നത്? അം നഹ്നു സാരിഊൻ, അതോ ഞാനാണോ വിളവുണ്ടാക്കുന്നത്? അല്ലാഹു തആല പറയാം, ഞാനാണ് വിളവുണ്ടാക്കുന്നത്. ആരെ പേരിലാണ്, ഏത് മതത്തിന്റെ പേരിലാണ് അള്ളാഹ്ക്ക് വിഷയമേ അല്ല. അത് ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിക്കാനുള്ള മീഡിയയാണ് കൃഷി. അവിടെ അള്ളാഹു ഒരിക്കലും ആദർശത്തെ പരിഗണിക്കുന്നില്ല. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷം, ഞാൻ തീരുമാനിക്കുന്ന പക്ഷം നിങ്ങൾ ഏത് രീതിയിൽ കൃഷി ചെയ്താലും അതിലുണ്ടാകുന്ന വിളവുകളെ ഞാൻ കൊട്ടത്തേങ്ങയാക്കി കളയും, അല്ലെങ്കിൽ പതിരാക്കി കളയും, വന്നരയാക്കി കളയും. ഹുത്താമ എന്ന് പറഞ്ഞാൽ വന്നര, അരിയില്ലാത്ത നെല്ലിനാണ് ഹുത്താമ എന്ന് പറയുന്നത്. അത് വിസ്മയിച്ച് കൃഷി ചെയ്തതായാലും ശരി, യേശുവിനെ വിളിച്ച് കത്തിയാലും ശരി, ഏതായാലും ശരി, എന്റെ തീരുമാനം അനുകൂലമായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അരി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അതിനെ പതിരാക്കി കളയും. ഫലത്തും തപ്പക്കോഹൻ, അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇന്നാല മുഹറമോൻ, കൃഷി ചെയ്തിട്ട് കടക്കാരായി പോയി, കടങ്കല്ല് തൊഴിൽപോയി, കടം വാങ്ങിയിട്ടാണ് കൃഷി ചെയ്തത്, ഒന്നും കായ്ച്ചില്ല എന്ന് നിങ്ങൾ പറയും. ബല്ലഹന് മഹറൂമോൻ, അല്ലെങ്കിൽ മഴ പെയ്തില്ല, അല്ലെങ്കിൽ വെയിൽ കൂടിപ്പോയി എന്ന് നിങ്ങൾ പറയും. അല്ല, ഞാൻ നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചില്ല, അതുകൊണ്ടാണ് അത് വരായിരുന്നത്. അല്ലാഹു തആല പറയും സൂറത്ത് സജദയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ചയച്ചിരിക്കുന്നത് ആഖിറത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്യൂർ മുസ്ലിമിന് ഇസ്ലാം എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, പാരമ്പര്യ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് അല്ലാഹു തആല റസൂലുകളെ നിയോഗിച്ചത്, മതക്കാരെ ക്ഷണിക്കാനല്ല. ഹിന്ദുമതക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, ക്രിസ്ത്യാനികളെ ക്ഷണിക്കാൻ, അല്ലെങ്കിൽ ജൂതന്മാരെ ക്ഷണിക്കാൻ, അതിനാണ് വല്ലാഹി അല്ല, മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് റസൂലുകൾ വന്നത്. പരിശോധിക്ക്, നൂഹ് നബി അലൈഹിസ്സലാത്തു ഇൻസാനത്ത് പ്യൂർ മുസ്ലിമീങ്ങളിലേക്കാണ്. അന്ന് ഒരു മതവും ലോകത്ത് നിലവിലില്ല. മുഹമ്മദുർ റസൂലുള്ള ജനിക്കുന്നത് തന്നെ ഇസ്ലാമിലാണ്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹിലെ മുഹമ്മദിയത്തിനെ പറ്റി നമ്മൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആരാണ് ഈ മുഹമ്മദ്? മുഹമ്മദ് ഏത് മതക്കാരനാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മുഹമ്മദ് ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മതത്തിലാണ്? ഹിന്ദു മതത്തിലാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ക്രിസ്തു മതത്തിലാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതോ ജൂതമതത്തിലാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതോ ആര്യമതത്തിലോ ദ്രാവിഡ മതത്തിലോ ആണ് മുഹമ്മദ് നബി ജനിച്ചത്? അല്ലെങ്കിൽ ഒരു മതവും ഇല്ലാത്ത നിരീശ്വരവാദികളിലാണ് മുഹമ്മദ് നബി ജനിച്ചതെന്ന് പറയാൻ തയ്യാറുണ്ടോ? എന്താ നിങ്ങൾ മുഹമ്മദിനെ പറ്റി പഠിച്ചു വെച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾ മുഹമ്മദിനെ പഠിക്കാത്തത്. മുഹമ്മദുർ റസൂലുള്ളാഹിലെ മുഹമ്മദിയത്ത് പഠിക്കാതെ പിന്നെ എന്ത് ഷഹാദത്താ കൂട്ടരെ? അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ള സഹിയാകണമെങ്കിൽ മുഹമ്മദിയത്ത് എന്താന്ന് പഠിക്കണ്ടേ? ആരാണ് ഈ മുഹമ്മദ് എന്ന് പഠിക്കണ്ടേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടിയല്ലേ? അതേപോലെ തന്നെ ഇസ്ഹാഖ് നബി, ഇസ്രായേൽ സമൂഹത്തിന്റെ നേതാവായ ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടിയല്ലേ? നബിയൻ മക്മൂനല്ലേ? ഇസ്മായിലിന്റെ പേരക്കുട്ടി മുഹമ്മദ് നബി, മൂസ ഈസ അലൈഹി സ്വലത്തു വസ്സലാം ഇസ്ഹാഖിന്റെ പേരക്കുട്ടികൾ, രണ്ടുപേരും ഇബ്രാഹിം കുടുംബത്തിൽപ്പെട്ടവർ. ഇതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് എപ്പോഴാണ്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് 4500 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മുഹമ്മദ് നബി ജനിക്കുന്നത്. ഈ 4500 കൊല്ലത്തിന്റെ ഇടയിൽ മുഹമ്മദ് നബി അല്ലാത്ത വേറൊരു നബി മക്കത്ത് വന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു റസൂല് മക്കത്ത് വന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അതോ മക്കക്കാരായ ജനങ്ങളെ അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളെ അല്ലാഹു തആല ശ്രദ്ധിക്കാതെ 4500 കൊല്ലം ഇങ്ങനെ കാട്ടാളന്മാരായിട്ട് വിട്ടു എന്നാണോ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് ഇസ്മായിൽ നബിക്ക് ശേഷം മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരു റസൂല് കഅബാലയത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് വന്നില്ല? അന്ന് കഅബാലയമില്ലേ? അന്ന് ഹജ്ജില്ലേ? അന്ന് ഉംറയില്ലേ? ഈ 4500 കൊല്ലം ഉംറ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഈ 4500 കൊല്ലം ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഈ 4500 കൊല്ലം മസ്ജിദുൽ ഹറാമിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? കൂട്ടരെ, ഇബ്രാഹിമി മില്ലത്തും ശരീഅത്തും അനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പുതിയ റസൂല് വേണ്ടെന്ന് അല്ലാഹു തീരുമാനിച്ചത്. കാരണം അവർ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടില്ല.
ഹൽക്കിന്റെ കുടുംബം, അദ്നാന്റെ കുടുംബം, ഇസ്മായിൽ നബിന്റെ പേരക്കുട്ടികൾ, കഅബാലയത്തിന്റെ ആൾക്കാർ, ഖുറൈശികൾ എന്ന് നാം പറയുന്നവർ. ഖുറൈശികൾ എന്ന് പറയുന്നത് ഫിഹ്റിന്റെ കാലത്തിന് ശേഷമുള്ളതാണ് ഖുറൈശി എന്ന പേര്. അതിനും ബനൂ ഇസ്മായിൽ. അവരാരും തന്നെ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടില്ല. അതുകൊണ്ട് തിരുത്താൻ ഒരു നബി ആവശ്യമായി വന്നില്ല, ഒരു റസൂൽ ആവശ്യമായി വന്നില്ല. ഒന്നും കൂടി ക്ലിയറായി പറഞ്ഞാൽ അവരാരും തന്നെ ജാറത്തിൽ ഇലാഹവർത്തിയുമായി എത്തിയില്ല. അവർക്കൊരു തങ്ങളെ പരിചയമില്ല, ഒരു ഷെയ്ഖിനെ പരിചയമില്ല, ഒരു മഖ്ബറ പരിചയമില്ല, ഒരു ജിന്നിനെയോ മലക്കിനെയോ അവർക്ക് പരിചയമില്ല. 4000-ഓളം കൊല്ലം ഒരു പ്യൂർ അള്ളാഹുവിന്റെ ആൾക്കാരാണ്. അഅ്മാലി വിഷയത്തിൽ നിങ്ങൾ ആദർശമായിട്ട് ബന്ധിപ്പിക്കുന്നതിനാ കള്ളുകുടി, ദിന, ചീട്ടുകളി, ചൂതാട്ടം, ഇത് അഅ്മാലി വിഷയമാണ്. അതിനെ ആദർശമായിട്ടല്ല ബന്ധിപ്പിക്കേണ്ടത്. അഅ്മാലായിട്ട് കാണണം. ആദർശമുള്ളവനിക്ക് പറഞ്ഞതാണ് ആദർശം, അനുഷ്ഠാനം. ആദർശമില്ലാത്തവന്റെ അനുഷ്ഠാനത്തെ പറ്റി നമ്മളെന്താ ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെങ്കിലും ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ചെയ്തികളെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കാം. അവിടെ പെണ്ണുങ്ങളെ, ആണുങ്ങളെ, തോന്നിയാസങ്ങളെ പറ്റിയും അവർ നടമാടുന്ന എന്താണ് കാര്യം? മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ആരോപണങ്ങൾ വന്നിട്ട് എന്താ കാര്യം? ഇവിടെ ദായികളെന്ന് പറയുന്നവർ പോലും മുസ്ലിമീങ്ങളെ ദൂഷ്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അവർ ഓൾറെഡി ഷഹാദത്ത് വാക്കിലായ സമൂഹം എന്ത് ചെയ്താൽ നിങ്ങൾക്കെന്താ? അവരെ ഷഹാദത്തിലേക്ക് വിളിക്കേ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അയച്ചത് ഇസ്ലാമിനെ തിരിയാത്ത പൊട്ടന്മാരെ വിളിക്കാനല്ല, ഇസ്ലാം എന്താണെന്ന് അറിയുന്ന ഒരു സമൂഹത്തെയാണ് മുആദ് ബിൻ ജബലിനോട് വിളിക്കാൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? അവർക്ക് നിങ്ങൾ ദഅവത്ത് കൊടുക്കണം. ഫദ്ഉഹും ഇലാ അൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യമനിൽ പോയിട്ട് നിങ്ങൾ അഹ്ലി കിതാബിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അവർക്ക് അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം, അള്ളാഹിന്റെ അമ്പിയാ മുർസലീങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങൾ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കാനാണ്, എന്നല്ലാതെ അള്ളാഹ് ഉണ്ടെന്ന് അംഗീകരിക്കാനല്ല നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾ അംഗീകരിക്കുന്ന അള്ളാഹ് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കാനാണ് നിങ്ങൾ യമനിലേക്ക് പോകേണ്ടത്. വഅന്നി റസൂലുള്ളാഹ്, ഞാൻ ആ അള്ളാഹിന്റെ റസൂലാണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് യാത്രയാക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ഏൽപ്പിച്ച ജോലിയാണത്. ഇലാ അൻ യദ്ഹുവഹും ഇലാ അൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഫഇദാ അതാഉ, ആ വിഷയത്തിൽ അവരെ നിന്നെ അനുസരിച്ചാൽ, എന്ന് വെച്ചാൽ നിലവിലുള്ള ജാറങ്ങളെ ബഹിഷ്കരിച്ച് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നവർ അംഗീകരിക്കാൻ തയ്യാറാകുകയും അത് തെളിയിക്കാൻ മുഹമ്മദ് ഈ റിസാലത്ത് ഞാൻ അമലിൽ കൊണ്ടുവരുമെന്ന് അവർ പറയാൻ തയ്യാറായാൽ പിന്നെ അവർക്ക് നീ പഠിപ്പിക്കേണ്ടത് 5 നേരത്തെ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. സഹിയായ ഹദീസല്ലേ? അതിന്റെ ക്രമമനുസരിച്ചല്ലേ റസൂലുള്ളാഹി തങ്ങൾ മുആദിനെ ഏൽപ്പിക്കുന്നത്? അങ്ങനല്ലേ മുആദ് അങ്ങോട്ട് പോകുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഒരു റസൂലോ നബിയോ മക്കത്ത് വരാതിരിക്കാൻ കാരണം അവരിൽ ദീനുൽ ഇസ്ലാം നിലവിലുള്ളത് കൊണ്ടാണ്, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതല്ലാത്തൊരു വിഷയം മുഹമ്മദ് ഈ റിസാലത്തിന് കാരണമായി വന്നത് എന്തുകൊണ്ടാണ്? അതുകൂടി പഠിച്ചിരിക്കണം. അതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറ്റി നാം ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട വിഷയം. അഷ്റഫുൽ ഖൽഖിന്റെ 5ാമത്തെ ഒപ്പുപ്പ ഖുസൈ എന്നവർ ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അന്ന് ഹനഫാക്കളുണ്ട്, പ്യൂർ മുവഹിദുകളെന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മുവഹിദീങ്ങൾ ഉണ്ടായിട്ടില്ല മക്കത്ത്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ സഹോദരികളെ, അതുവരെ 4000 കൊല്ലത്തോളം മക്കയുടെ ആൾക്കാർക്ക്, കഅബത്തിന്റെ ആൾക്കാർക്ക് അല്ലാഹു അല്ലാത്ത ശക്തികളെയോ വ്യക്തികളെയോ തങ്ങന്മാരെയോ വലിയകളെയോ പരിചയമുണ്ടായിരുന്നോ? ഹുസൈന്റെ കാലത്തല്ലേ ആദ്യമായിട്ടൊരു ജാറം കഅബത്തിലെടുത്തു വരുന്നത്? അദ്ദേഹം സിറിയയിൽ കച്ചവടത്തിന് പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ജാറത്തിന് മുമ്പും ജാറത്തിന് ചുറ്റും കൂടിയിരുന്നിട്ട് ആ ജാറത്തിനെ തങ്ങളെ വിളിച്ചിട്ട് ദുആ ചെയ്യുന്നത് ആര് കാണുന്നു? ഹുസൈ കാണുന്നു. ഹുസൈ കച്ചവടക്കാരനാണ്. ആ സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അള്ളാഹുവിനെ സ്വന്തമാക്കാൻ വേണ്ടി മഹാന്മാരെ നമ്മൾ അടയാളാക്കി പ്രാർത്ഥിക്കുകയാണ് എന്ന്. അത് കൊള്ളാലോ, നമ്മുടെ നാട്ടുകാരെയോ അങ്ങനെയൊന്നും. അതെ, മതങ്ങൾ ജനിക്കുകയാണ്. ബിസിനസ് പരമായി സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് മതം ജനിക്കുകയാണ് മക്കയിൽ. അവിടുന്ന് പറയുന്ന ഒരു തങ്ങളുടെ രൂപം
ഖസയ്യാണ് ആദ്യമായി മക്കത്തേക്ക് കൊണ്ടുവരുന്നതും കഅബത്തിന്റെ അടുത്ത് സ്ഥാപിക്കുന്നതും. രണ്ട് ഗ്രൂപ്പായി ഖുറൈശികൾ. ഖുസൈന്റെ ഈ ജോലിയെ എതിർത്തു മുവഹിദുകളായ ഖുറൈശികൾ, അല്ലാഹ് മാത്രം മതി എന്ന് പറയുന്ന ഖുറൈശികൾ. അപ്പൊ ഖുസൈന് പറഞ്ഞു, നിങ്ങൾ അടങ്ങിയിരിക്കും, ഇത് ബിസിനസിന്റെ ഭാഗമാണ്. സിറിയയിലേക്ക് നമ്മൾ കച്ചവടത്തിന് പോകുന്നവരാണ്, റോമിലേക്ക് നമ്മൾ കച്ചവടത്തിന് പോകുന്നവരാണ്, യമനിലേക്ക് നമ്മൾ കച്ചവടത്തിന് പോകുന്നവരാണ്. അവരുടെ വിശ്വാസവും കൂടി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ നമുക്ക് ബിസിനസ് കൊഴുക്കും. അത് വിശ്വസിക്കണമെന്നില്ല, നമ്മൾ വെറുതെ ഒന്ന് അഹങ്കാരിച്ചാൽ മതി. ഹുസൈൻ പറഞ്ഞ വാക്ക് ചരിത്രത്തിന്റെ കിതാബിലില്ലേ? അങ്ങനെ രണ്ട് ഗ്രൂപ്പായില്ല അവര്. കാലക്രമത്തിൽ ഗ്രൂപ്പിസം തീർന്നു. ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാൻ വലിയന്റെ കബറിന്റെ ജാറത്തിന്റെ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ അങ്ങനെ തന്നെയല്ലേ ഇവിടെയും നടന്നത്. ഇവിടുത്തെ സെലഫി സൂഫി തരീഖത്തുകാര് ഇവിടുത്തെ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കോലം കെട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉദുറുമ്പിൽ ജഹീൽ എന്നുള്ള ഉമ്മാച്ചിയും വെച്ചിട്ട് ഇവിടുത്തെ ഷിർക്കിനെ വെളുപ്പിക്കാൻ മെനക്കെടുകയല്ലേ കുറെ തരീഖത്തുകാര്, സലഫി തരീഖത്തുകാര്. എന്താ കാര്യം? ഇവിടുത്തെ ഭൂരിപക്ഷത്തോടൊപ്പം കല്യാണം കൂടണം, ബിസിനസ് ചെയ്യണം. അതേ അവസരത്തിൽ ഞാൻ ചോദിക്കട്ടെ, അത്രയും കടുപ്പമല്ലാത്ത കാദ്യാനികളെ പറ്റി എന്താണ് ഈ സലഫി തരീഖത്തുകാർ ചർച്ച ചെയ്യാത്തത്? കാദ്യാനികൾക്ക് എന്താ കുഴപ്പം? എന്തിനാണ് അവരെ കാഫർ എന്ന് പറയുന്നത്? എന്താ അവരെ പള്ളി പുരസ്കരിക്കാത്തത്? ഇവിടുത്തെ ജാറപ്പള്ളി പുരസ്കരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കാദ്യാനി പള്ളി പുരസ്കരിച്ചുകൂടാ? ഇവിടുത്തെ ജാറക്കാരന്റെ പെണ്ണെ കെട്ടാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കാദ്യാനിന്റെ മുള കെട്ടിക്കൂടാ? ഇവിടുത്തെ ജാറക്കാരേക്കാൾ അപകടകാരികളാണോ കാദ്യാനികൾ? ഇവിടുത്തെ ജാറക്കാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ പൊളിച്ചവർ. കാദ്യാനികൾ മുഹമ്മദ് റസൂലുള്ളാഹിയെ മാത്രമേ പൊളിച്ചിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൊളിച്ചിട്ടില്ല. നിങ്ങൾ പഠിക്കരുതോ? വെറുതെ പണ്ടത്തെ മുസ്ലിയാക്കന്മാര് കാഫർ എന്ന് പറഞ്ഞാൽ ഉണ്ട് നമ്മളും കാഫർ എന്ന് പറയുന്നു. സെലഫികളെ ജോലി അതല്ലല്ലോ. മുസ്ലിയാക്കന്മാര് പറഞ്ഞത് ഏറ്റു പറയില്ലേ? കാദ്യാനികൾ കാഫിറാണെങ്കിൽ, ആ ന്യൂനപക്ഷം കാഫിറാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജാറത്തിന്റെ ആൾക്കാർ കാഫിരിങ്ങളാവണ്ടേ? ആണ്, കാഫിരിങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ വലിയകളെ കൊണ്ടും ജാറങ്ങളെ കൊണ്ടും ബാത്തിലാക്കിയവരാ. മറ്റവര് മുഹമ്മദ് റസൂലുള്ളാഹിയെ നുബുവത്ത് കാദ്യാനിക്കും കൂടി പറ്റുമെന്ന് പറഞ്ഞിട്ട് ബാത്തിലാക്കിയവരാ. അവര് കാഫിറും ഇവരെല്ലാം കൂടി അഡ്ജസ്റ്റ്മെന്റിന്റെ ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ഈ ഉദുറുമ്പിൽ ജഹലി കാദ്യാനികൾക്കും ബാധകമാവട്ടെ. നമുക്ക് നാളെ പിറ്റേന്ന് അവരെയും കൂടി കല്യാണത്തിന് വിളിക്കാലോ, നമ്മളെ വള്ളിയിലേക്ക് ചോറുന്നാൻ അവരെയും വിളിക്കാലോ. ഈ നയമില്ല, നയം സലഫിയത്തിലില്ല. കൃത്യമായ നയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതെ, മുഹമ്മദ് ഈ റിസാലത്തിൽ ഒന്നാമത്തെ കാര്യം മുഹമ്മദ. ആ മുഹമ്മദ് ആരാണെന്ന് നാം അറിഞ്ഞിരിക്കണം. മുഹമ്മദ് മുസ്തഫ തങ്ങള് നബിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇസ്ലാം ഉണ്ടായിരുന്നു. ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് ഇബ്രാഹിം, ഞാൻ ചോദിക്കട്ടെ, സഫൽഹൾക്ക് വിവാഹം കഴിച്ചില്ലേ ഖദീജാനെ? ഖദീജാനെ വിവാഹം കഴിച്ചത് ഇസ്ലാമിക ആദർശം അനുസരിച്ചാണോ, അതോ ഹിന്ദു ആദർശം അനുസരിച്ചാണോ, അതോ ക്രിസ്ത്യൻ ആദർശം അനുസരിച്ചാണോ? നിങ്ങൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? അയാൾ പഠിക്കാൻ ഇടയിൽ നേരം, അതിന്റെ ആവശ്യം എന്താ മുസ്ലിയാരെ? നമ്മളിങ്ങനെ പോവുകയല്ലേ മുഹമ്മദ് റസൂൽ എന്നും പറഞ്ഞിട്ട്. അഷ്റഫുൽ വിവാഹം തികച്ചും ഇസ്ലാമികമായിരുന്നില്ലേ? ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ചായിരുന്നില്ലേ? മഹ്ർ നിശ്ചയിച്ചുകൊണ്ടായിരുന്നില്ലേ? അബൂ താലിബല്ലേ ഖുത്ബ നിർവഹിച്ചത്? അഷ്റഫുൽ ഖദീജാനെ കെട്ടുമ്പോൾ അബൂ താലിബല്ലേ ഖുത്ബ നിർവഹിച്ചത്? ആ ഖുത്ബയുടെ തുടക്കം തന്നെ അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമന, അല്ലാഹുവിനാണ് സ്തുതി, അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ചു, ഈ കഅബാലയത്തിന്റെ സംരക്ഷകരാക്കി അല്ലാഹു നമ്മളെ, ഇബ്രാഹിമിന്റെ പേരക്കുട്ടികളാക്കി അല്ലാഹു നമ്മളെ. ഇതൊക്കെയല്ലേ അബൂ താലിബിന്റെ ഖുത്ബയിലാണ് ഉണ്ടായി. അന്ന് ഇസ്ലാം നിലവിലുണ്ടായിരുന്നോ? മുഹമ്മദ് റിസാലത്ത് നിലവിലുണ്ടായിരുന്നോ? മുഹമ്മദ് നബി നബിയായിരുന്നോ? 25 വയസ്സല്ലേ ഉള്ളൂ അഷ്റഫുൽ ഖൽക്കിന്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഏത് മതക്കാരൻ എങ്കിൽ ആ അഷ്റഫുൽ ഖൽക്ക് റസൂലായത് ആരിലേക്ക് ക്ഷണിക്കാനാണ്? ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണോ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത്? ഡൽഹിയിലാ വന്നത്? ഹൈദരാബാദിലാ? ക്രിസ്ത്യാനികൾ വിളിക്കാൻ ഈ റോമിലാണോ വന്നത് അഷ്റഫുൽ ഖൽക്ക്? മക്കത്തല്ലേ വന്നത്? ആദ്യം ക്ഷണിക്കുന്നത് ഖുറൈശികളെയല്ലേ? എന്താണ് ഖുറൈശ്? അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്ന, ഇബ്രാഹിം നബിനെ അംഗീകരിക്കുന്ന, ഇബ്രാഹിം നബിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന, കൃത്യമായിട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന, കൃത്യമായിട്ട് നിസ്കാരം നിർവഹിക്കുന്ന, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന, കൃത്യമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, തസ്ബീഹ് ചെല്ലുന്ന ഒരു സമൂഹത്തിലേക്കല്ലേ മുഹമ്മദ് മുസ്തഫ റസൂലായിട്ട് വരുന്നത്? അങ്ങനെ ചെയ്യുന്നവരെല്ലാം മുസ്ലിമീങ്ങളാണെങ്കിൽ പിന്നെ മുഹമ്മദ് റസൂലിന്റെ ആവശ്യം എന്താ? അത് തന്നെയല്ലേ നമ്മളും പറയുന്നത്. മുഹമ്മദ് റിസാലത്തിന് ശേഷം ഇനി പുതിയ നബിയില്ല, റസൂലില്ല. ആരുടെ ഉത്തരവാദിത്തം? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മുഹമ്മദി ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഇവിടുത്തെ ജാറക്കാരായ പാരമ്പര്യ മുസ്ലിമീങ്ങൾ കാഫിറുകളും മുശ്രിക്കുകളും ആണ്. അവരെ പ്യൂർ ഷഹാദത്തിലേക്ക് ക്ഷണിക്കുക. അതാണ് നമ്മുടെ ദഅവത്ത്. അത് കഴിഞ്ഞിട്ട് മതി നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഇല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഷഹാദത്തിലേക്കല്ലാതെ വേറെ എന്തിലേക്കാണ് ക്ഷണിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഇസ്ലാം നിലവിലില്ലേ? ഇസ്ലാമിന്റെ അമാലുകൾ നിലവിലില്ലേ? അന്ന് ഖുറൈശികൾ അബൂജഹൽ ഉത്ബത്തും ചൊല്ലിയ തൽബിയത്തല്ലേ ഇപ്പം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അന്ന് മൗലാനമാരും ഷെയ്ഖുനമാരും അതിനൊന്നിച്ചു കൂട്ടിക്കൊടുത്തു.
തംലിക്കുഹു വമാ മലക്. അത് ഔലിയാക്കളെയും മരിച്ചുപോയവരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതല്ലേ ഒട്ട ഉലമാക്കള്. അതിനെ തള്ളി റസൂലുള്ളാഹി തങ്ങൾ. ഇന്നും അങ്ങനെ തന്നെയല്ലേ? റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലിയ സലാത്ത് നിലവിലുണ്ട്. ആ കൂട്ടത്തിന് മുസ്ലിയാക്കന്മാരുണ്ടാക്കിയ സലാത്ത് നിലവിലില്ലേ? നാരിയത്തു സലാത്ത് ആര വകയാണ്? വല്ലാഹി ദീനുൽ ഇസ്ലാമിനെതിരല്ലേ ആ സലാത്ത്? അഷ്റഫുൽ ഖൽക്ക് ജീവിച്ച് മരിച്ചിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് മൊറോക്കോയിലെങ്ങാനും വന്ന ഏതോ ഒരു ആള് ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഒരു സൂഫി ഷേഖ് ഉണ്ടാക്കിയതല്ലേ നാരിയത്തു സലാത്ത്? ആർക്ക് വില കൂടുതൽ ഇപ്പോ നാരിയത്തു സലാത്തിനാണോ ഇബ്രാഹിമി സലാത്തിനാണോ? ഇബ്രാഹിമി സലാത്ത് സലഫികൾക്കല്ലേ കൂടുതൽ താല്പര്യമുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നാരിയത്തു സലാത്തല്ലേ താല്പര്യം? അന്ന് ഖുറൈശികൾ പറഞ്ഞ തബ്ബിയത്തിന്റെ പോലെ തന്നെ കൂട്ടിക്കെട്ടിയതല്ലേ അത് പറ്റൂല എന്ന് പറയലാ നമ്മളെ ജോലി. അപ്പോഴേ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലിന്റെ ദാഴികളാവുകയുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഒന്നാമത്തെ കാര്യം മുഹമ്മദിയത്താണ്. മുഹമ്മദാണെന്നും അമ്മുഹമ്മദിന്റെ നുബത്തിനും റിസാലത്തിനും മുമ്പുള്ള ജീവിത രീതി എന്താണെന്നും അത് ഏത് ദീനനുസരിച്ചാണെന്നും പഠിച്ചിരിക്കണം. എന്നാൽ യേശുദന്നെ മുഹമ്മദ് റസൂൽ സഹിയാവുകയുള്ളൂ. രണ്ടാമത് നാം അറിഞ്ഞിരിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ അബ്ദിയത്താണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അറബിയിൽ ഒരുപാട് ബർക്കത്ത് ചെയ്യട്ടെ. അറിവനുസരിച്ച് അമൽ ചെയ്യാനും സ്വന്തം ഈമാൻ സഹിയാക്കാനും വലിയ വലിയ തൗഫീഖ് അല്ലാഹു തആല നസീബാക്കി തരട്ടെ. മുഹമ്മദ് റസൂലിന്റെ രണ്ടാമത്തെ വിഷയം അബ്ദായിരിക്കണം മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് അങ്ങനെ ഒരു വാക്ക്? അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വനബിയ്യുഹു വറസൂലുഹു. എന്തിനാണ് ഈ അബ്ദ്? എന്താണ് അബ്ദിയത്തോട് ഉദ്ദേശിക്കുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. അലാ വസല്ലു വസല്ലിമു അലാ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. وقال الله مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ربنا اشرح خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا وعلماءنا ومشايخنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المقصورين وقل الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صابرين والدين في بيتك ووحدك وجرك أجمعين يا رب العالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم لا تشرك لنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر